എക്സൈറ്റഡ് ആണ്. എന്നെ കാണുമ്പോ അവളുടെ ഒരു എക്സ്പ്രഷൻ എന്താവും അറിയാനുള്ള ഒരു എക്സൈറ്റഡ്. എന്നെ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചു പകർത്താൻ പറ്റുന്ന വിചാരിക്കും. ഒരു തവണ കണ്ടിട്ട് അപ്പോഴാണ് ഞാൻ അതൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്യാട്ടാ. ഫസ്റ്റ് മീറ്റ് അവളുടെ ഞങ്ങള് എന്താ പറയാ, അവൾക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റണ ഒരു ഗിഫ്റ്റ്. ഹലോ, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തൊക്കെ ബെൽ ബട്ടൺ ഉണ്ട്, അത് ഇടിച്ച് പൊട്ടിക്കണം. ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കണമെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചരപ്പരാണെന്നുണ്ട് കിട്ടും. ഗൈസ് ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ കേട്ടോ. കാറിന്റെ പുറകിൽ പിള്ളേരില്ല, ചിമ്പൂല, ആരുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേരൊക്കെ ആയിട്ട് റയറായിട്ട് ബൈക്കിലൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കടയിലൊക്കെ പോവാറ് അവിടെ. ഇതിപ്പോ ഞങ്ങൾ രണ്ടാളായിട്ട് പോകുന്നത് എവിടേക്കാണെന്ന് അറിയാമോ? നാട്ടിൽ തന്നെയാണ്. അതെ, നമ്മൾ പറയാൻ എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമ്മളെ താടിമ്പോട്ടിന്റെ ഫാൻ ഗേൾ ഉണ്ട്. ഫാൻ ഗേളായി വന്ന് ഫാമിലി ഗേളായി മാറിയ നമ്മുടെ ഷിബിനെ കുട്ടിയെ കാണാൻ പോവാണ്. അതായത് അവള് നാട്ടില് വീട്ടിലേക്ക് നമ്മളന്ന് പോയിരുന്നു ഒരിക്കൽ. നമുക്ക് എന്നെ കാണാൻ വേണ്ടിയാണ് അവള് തൃശ്ശൂര് വന്നിട്ട് ചെമ്പുകാവ് അടുത്ത് വന്ന് സീറ്റ് മേടിച്ച് പഠിച്ചത്. പക്ഷെ അവള് വന്ന് പഠിപ്പ് തുടങ്ങിയപ്പോഴേക്കും നമ്മൾ വന്നിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോയി. അപ്പൊ അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത്രയും ദൂരേന്ന് ചന്ദ്രാപ്പിനിന്ന് തൃശ്ശൂര് വന്ന് പഠിക്കണത് എന്നെ എപ്പോഴെങ്കിലും കാണാൻ ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂര് എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ തവണ ഇവിടെ വന്നു പോകുമ്പോഴും ഞങ്ങൾ ഈ പറയുന്ന 2-3 ദിവസമൊക്കെ കയ്യിലും കൊണ്ട് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2 വീട്ടിൽ ഓടി പോവില്ലാണ് പതിവ്. അപ്പോൾ അവളെ കാണാൻ അപ്പോൾ അവൾ പറയും എപ്പോഴെങ്കിലും വരുമ്പോൾ ഒന്ന് ടൗണിൽ നിങ്ങളൊന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ആ ടൈമിൽ വന്ന് നിൽക്കാന്നൊക്കെ പറയാറുണ്ട്. അപ്പം എന്തായാലും ഇന്ന് അവളെ നമ്മൾ കാണാണ്ട് ഭയങ്കര സങ്കടം. അപ്പം അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പുത്തമ്പള്ളിയിൽ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പുത്തമ്പള്ളിയിൽ അപ്പോൾ പ്രാർത്ഥിക്കും ചെയ്യാം, അവളെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. അതിനാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അവളെ പറ്റി പറയുകയാണെങ്കിൽ പുതിയ സബ്സ്ക്രൈബേഴ്സിന് അറിയില്ല. നമ്മുടെ ഫാൻ ഗേൾ എന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ ഭയങ്കര ഭ്രാന്താണ് അവൾക്ക്. എന്നെ ഫസ്റ്റ് അവള് കാണുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഒരു മൊമെന്റ് ഉണ്ട്, അവള് കരഞ്ഞിട്ട് വന്ന് കെട്ടിപ്പിടിക്കുക. അവളുടെ ഉമ്മേനെയും കൊണ്ട് അവള് വന്ന് എങ്ങനെയൊക്കെയോ വീഡിയോയില് കണ്ട വീട് നോക്കി ചെമ്പുക്കാവ് തൃശ്ശൂര് ഓട്ടോയില് കറങ്ങി ആ വീട് കണ്ടെത്തായിരുന്നു. കാരണം നമ്മൾ അഡ്രസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ അത്ര ഇഷ്ടപ്പെട്ടിട്ട് അവളെ വീട്ടിൽ ചെല്ലുമ്പോ ഉമ്മയും അവളെ ഇത്തിയൊക്കെ പറയുന്നത് കേൾക്കണം. അവളെ വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോഴും ഞങ്ങളെ നല്ല രീതിയിലായിരുന്നു ട്രീറ്റ് ചെയ്തിട്ട്. എല്ലാ എനിക്ക് ആദ്യമായിട്ട് ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കി തന്ന്, ബിരിയാണിയൊക്കെ വെച്ച് തന്ന്. ആ വീഡിയോയിലും ഞങ്ങൾ ഇതിൽ അറ്റാച്ച് ചെയ്യാം. പിന്നെ എന്താ പറയാ, തടിമ്പോട്ട് ഫാൻ ഗേൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനല് അവള് തുടങ്ങുമ്പോ ഞങ്ങൾക്ക് അവളെ അറിയില്ല, എവിടുത്തെ കാര്യമാണ് ആരാണെന്നൊന്നും അറിയില്ല. നമ്മളോട് ചാനലിനോടുള്ള ഇഷ്ടം, പ്രത്യേകിച്ച് എന്നോട് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് അവൾക്ക്. അപ്പൊ ആ ചാനലൊന്ന് കേറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവള് ഷോർട്ട് വീഡിയോസ് മാത്രമാണ്. നമ്മുടെ വീഡിയോ തന്നെ പല സാധനങ്ങൾ, അതായത് എന്റെയാണ് ഏറ്റവും അധികം കട്ട് ചെയ്തെടുത്തിട്ട് അതില് എന്താ പറയാ വെറൈറ്റി എഡിറ്റിങ്ങും ഡയലോഗ്സ് മ്യൂസിക്കും ഒക്കെ ചേർത്ത് അവള് ഇടുന്ന ഒരു സാധനം ഉണ്ട്. നമ്മൾ അഡിക്റ്റഡ് ആയി പോകും. പിന്നെ ഇപ്പൊ അവള് താടിയും പൊട്ടും ഫാൻ ഗേൾ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ പേജും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പൊ അവളെ കാണാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെ അവളെ പറ്റി പറയുകയാണെങ്കിൽ അവൾക്ക് എന്നോടുള്ള സ്നേഹം അങ്ങനെയൊക്കെ ആദ്യം പറയുമ്പോ ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. അല്ല വെച്ചോ, ഞാൻ വെച്ചിനോട് പറയും ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, വെറുതെ കളിയാക്കാൻ പറയുന്നതാണ്, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. പിന്നീട് അവളുടെ വീട്ടുകാർ പറഞ്ഞിട്ടും അവളുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഇപ്പൊ എന്റെ ചുട്ടിക്ക് എന്റെ കണ്ണൊന്ന് പതറി, എന്റെ സൗണ്ട് ഒന്ന് പതറി മനസ്സിലാവണ പോലെയായി അവൾക്ക്. എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും. അപ്പൊ അത്രയും ഇതായി അവൾക്ക്. അവളുടെ കയ്യില് എന്റെ പേരൊക്കെ അവള് അല്ലേ കുത്തിണ്ട്, മോതിരത്തിൽ എന്റെ പേര് പൊന്നു എന്നൊക്കെ അടിച്ചിട്ടൊക്കെ. അത്രയും പ്രാന്ത അവളുടെ ഉമ്മയും ഇതൊക്കെ പറഞ്ഞിട്ട് അവളെ ഫ്രണ്ട്സ്, അവന്റെ സ്കൂളിലെ ഫ്രണ്ട്സ് അല്ല കോളേജിലെ ഫ്രണ്ട്സിന്, ടീച്ചേഴ്സിന്, അവളുടെ ഫാമിലിക്ക്, ഉമ്മയ്ക്ക്, ഇക്കയ്ക്ക് എല്ലാവർക്കും ഒരു ഹായ്.
അവർക്കൊക്കെ അറിയാം അവൾക്ക് എന്നോടുള്ള പ്രാന്ത്. അതെ. അപ്പൊ ഷിബിന കുട്ടിയോട് ഒരുപാട് താങ്ക്സ്. ഞങ്ങളായി പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രക്ക് ഒന്നും 2 ദിവസം വേണം. പിന്നെ 2 വീടുകളിൽ ഓരോ ദിവസം നിന്ന് പോകുമ്പോ തന്നെ കഴിയും. ഞങ്ങൾക്ക് തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് തന്നെ പോവാൻ പറ്റാറില്ല. ഞായറാഴ്ച തിങ്കളാഴ്ച കാലത്ത് കാരണം അങ്ങനെയൊക്കെ ആവാറ്. അപ്പൊ എന്തായാലും ക്രിസ്മസിന് ആണ് ആദ്യമായിട്ട് കുറച്ച് ദിവസം എന്ന് പറയാൻ കിട്ടിയത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇനിയിപ്പോ നമ്മൾ അവിടെ നിന്ന് വന്നു ഇനിയിപ്പോ വിച്ചുവിന്റെ വീട്ടിലേക്ക് പോണം. അപ്പൊ എന്തായാലും ഇവിടെ കാണണം. അപ്പൊ പുത്തമ്പള്ളിയിൽ പോവും ചെയ്യാം. അപ്പൊ അങ്ങനെ ഇറങ്ങി ആദ്യം അപ്പൂസിന്റെ അടുത്തൊക്കെ ഇരുത്തി പപ്പ മമ്മിക്ക് ഉണ്ട്. ഞങ്ങള് ബാക്കിൽ കൂടെ ഷർട്ട് ഇടാണ്ട് ബാക്കിലൊക്കെ നിന്ന് പാന്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വന്നത്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ വീഡിയോ എടുക്കലൊന്നും പറ്റില്ല ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ. അവനും മമ്മി അവിടെ മറ്റേ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അത് കഴിച്ചിരിക്കുക. അപ്പൊ നമ്മള് എന്താ പറയുക ഷിബിനെ കുട്ടീനെ കാണാനുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ പറയും നീ കല്യാണം കഴിഞ്ഞവരെ എന്നോട് സ്നേഹം ഉണ്ടാവുള്ളത്. അപ്പോൾ പറയും കാണാൻ ഇവനോട് പറയും വേണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്റെ പൊന്നിനെ പൊന്നു പോലെ ഞാൻ നോക്കാന്ന് പറയും. ലൈവിലൊക്കെ വന്ന് ഭയങ്കര രസമാണ്. പിന്നെ എന്താ പറയാ അവളോട് പറഞ്ഞിട്ട് നന്നായി പഠിക്കണം. എന്നോടുള്ള സ്നേഹവും നമ്മളോട് ചാനലിനോടുള്ള ഇഷ്ടവും എഡിറ്റിങ്ങും വീഡിയോ ഒക്കെ ആയിട്ട് പഠിപ്പിനെ ബാധിക്കരുത്. നല്ല കുട്ടിയെ നീ നല്ല നിലയിലെത്തിയാലാണ് ഞങ്ങൾക്ക് അതൊരു അഭിമാനമാവുക നമ്മുടെ ഫാൻ ഗേള് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താടിയും പൊട്ട് ഫാൻ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ താടിയും പൊട്ട് ഫാൻ പേജ് ഉണ്ട്. 2 അവൾ തന്നെയാണ്. അപ്പൊ അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ അറിയും. അടിപൊളി എഡിറ്റിംഗ് ആണ് കേട്ടോ. അവൾ സെലക്ട് ചെയ്യുന്ന ഡയലോഗ്സും മ്യൂസിക്കും ഒക്കെ വേറെ ലെവലാണ്. ലഭിച്ചോ ഭയങ്കര സ്നേഹമാണ്. പപ്പൂസിനോടാണെങ്കിലും ആദ്യയോടാണെങ്കിലും വിച്ചുവിനെ ചേട്ടാ ചേട്ടാ ചേട്ടാന്ന് വിളിക്കുക. വിച്ചോട്ടാന്ന് തികച്ച് വിളിക്കില്ല, ചേട്ടാന്ന് വിളിക്കുക അവള്. അപ്പൊ അവളെ കാണാൻ പോവാണ്. നമ്മൾ ടൗണിലെത്തി ഇപ്പൊ വിളിച്ചിരുന്നു. അപ്പൊ അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ശക്തനിലേക്ക് നമ്മൾ എത്തണുള്ള അവളെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ശക്തനിലേക്ക് നമ്മള് വരാന്ന് പറഞ്ഞു. പിന്നെ അവളെടുത്തിട്ട് സംസാരിച്ച വീഡിയോയും കാര്യങ്ങളൊക്കെ എന്നെ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വിച്ചു പകർത്താൻ പറ്റുമെന്ന് വിചാരിക്കും. ഒരു തവണ കണ്ടിട്ട് അപ്പഴാ ഞാൻ അതൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്യാട്ടാ. ഫസ്റ്റ് മീറ്റ് അവളുടെ എന്താ പറയാ അവളുടെ ഒരു ഡ്രീമാണെന്നാ പറഞ്ഞിരുന്നത് എന്നെ കാണല്. അത് അവള് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് കരഞ്ഞ് കെട്ടിപ്പിടിച്ചങ്ങട് എന്താ പറയാ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പാവാണ് ആള്. ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ചാനലും നമ്മളെല്ലാവരും. അതിൽ കൂടുതലേക്കാളും കൂടുതൽ എന്നെ വെച്ച് പറയാം അവളൊരു ആൺകുട്ടി കഴിഞ്ഞാൽ നന്നായിരുന്നു. അപ്പൊ അങ്ങനെ അവളെ കാണാൻ അറിയും. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാലഭവൻ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. തൃശ്ശൂർ കൂടെ പോകുമ്പോഴേ ഗൈസ് ഒരു അഭിമാനാണ്. ടൗൺ ഹോളെത്തി. അപ്പൊ നമ്മളിനി അവളെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വിച്ചെടുക്കാട്ടെ. ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എടുക്കണം. എന്നെ ഫസ്റ്റ് കാണുമ്പോഴുള്ള എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വിച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റയിലേക്ക് ഇടാനുള്ള രീതിയിൽ ഒക്കെ എടുക്കണം. അവൾക്കും അത് അയച്ചു കൊടുക്കാൻ അവളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എക്സൈറ്റഡ് ആണ്. എന്നെ കാണുമ്പോ അവളുടെ ഒരു എക്സ്പ്രഷൻ എന്താവും അറിയാനുള്ളൊരു എക്സൈറ്റഡ്. ഞങ്ങള് എന്താ പറയാ അവൾക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റണ ഒരു ഗിഫ്റ്റ്. പിന്നെ എന്താ പറയാ അപ്പൊ അതൊന്നും കൊടുക്കണം. ഒരു ഓർമ്മയ്ക്ക് മുന്നേ ഞങ്ങൾ അവളെ വീട്ടിൽ പോയപ്പോ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് ഞാനാണ്. അന്നാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്ത് വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടാ നിന്നിരുന്നു. അപ്പൊ അന്ന് എന്റെ കൂടെ അവൾ എടുത്ത ഫോട്ടോ ഫസ്റ്റ് മീറ്റിലുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് വെച്ചെടുത്ത് ഫ്രെയിം ചെയ്ത് അവൾക്ക് കൊടുക്കാൻ ചെയ്ത് കിട്ടി. അവളുടെ വീട്ടിലെ ഇത്തയുടെ ഉണ്ണി പോലും ചെറിയ ഉണ്ണി നമ്മുടെ ആദിസിന്റെ അത്രയുള്ള ആദൂന്ന് അവനെ വിളിക്കാം. എന്റെ പിക്ചർ നോക്കിയിട്ട് പൊന്നോ പൊന്നോന്ന് വിളിക്കാം. അവളെല്ലാ ദിവസം രാവിലെ എഴുതിട്ട് ആദ്യം നോക്കുന്നത് എന്റെ പിക്ചറാന്നാ പറയാം. ഇതിൽ പരം വേറെ എന്ത് വേണം ഗൈസ്. അപ്പൊ കാണാട്ടോ. അതെ നമ്മളിവിടെ എത്തി പാർമേകാവിനോട് എത്താറായിട്ട് ശക്തനിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണും. അല്ല ഒരു തവണ ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ട് കുറെ അവളെ പറ്റി പറഞ്ഞു പോകാത്തവരാതെ. പക്ഷെ ആ വീഡിയോ ഓൺ ആയിരുന്നില്ല ഗൈസ്. അപ്പൊ വേറെ വഴിയില്ല. അപ്പൊ രണ്ടാമത് എടുക്കപ്പോ എത്താറായി. അവള് ബ്ലോക്കിൽ പെട്ടിട്ട് ശക്തനിലാണ്. അപ്പൊ ഞങ്ങൾ ശക്തനിലേക്ക് വരാന്ന് പറഞ്ഞു. അവളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിരുന്നത് എല്ലാം പോയി. ഇപ്പൊ അവളെ പറ്റി പറയാന്ന് വെച്ചാ അവൾക്ക് നമ്മളെ ജീവനാണ്. അല്ലെ എസ്പെഷ്യലി എന്നെ പൊന്നു എന്ന് വെച്ചാൽ ജീവനാണ്. അത് അവളുടെ ഉമ്മ, അവളുടെ ഇത്ത, അവളുടെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് എല്ലാവർക്കും അറിയാം. അവരൊക്കെ എന്നെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു വലിയൊരു ഹായ്. അവൾക്ക് അത്ര ഇഷ്ടമാണ് നമ്മളെ. പിന്നെന്താ പറയാ
ഞാൻ അവളുടെ അവളെ കയ്യില് എന്റെ പേരൊക്കെ കുത്തിയിട്ടുണ്ട് പൊന്നൂന്ന്, പിന്നെ മോതിരത്തിൽ കുത്തിയിട്ട്. അപ്പൊ ഞാൻ പറയും നിന്റെ കല്യാണം കഴിഞ്ഞാ നീ ഇതൊക്കെ വിടുന്നു പറയാം. അപ്പൊ അവള് പറയും ഇല്ല പൊന്നിനെ അറിയാൻ നമുക്ക് നോക്കാം, പിച്ചാട്ടിന് വേണ്ടാണ്ടാകുമ്പോ എനിക്ക് തന്ന ഞാൻ പൊന്നു പോലെ നോക്കാം അറിയാള്. ഞാനേ ശക്തനെത്താറായിട്ടാ. അപ്പൊ എന്താ പറയാ, അവളുടെ താടിയും പൊട്ടും ഫാൻ ഗേൾ എന്നുള്ള യൂട്യൂബ് ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിലൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം എങ്ങനെയാണ് നമ്മൾക്ക് അത്രയും നമ്മളോട് അവൾക്ക് ഇഷ്ടം എന്ന്. അവളെ എവിടുത്തെ കാര്യമാണ് ആരാണെന്ന് ഒന്നും നമുക്ക് അറിയില്ല. അവളങ്ങനെ ഫാൻ പേജ് തുടങ്ങി നമ്മുടെ ലൈവിൽ വന്നു നമ്മളോട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവള് തന്നെ പറയുമ്പോൾ നമ്മൾ അറിയണത്. പിന്നെ നന്നായി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ കാണാൻ വേണ്ടി അത്രയും ദൂരം വന്ന് ചേർന്നിട്ട് മാർക്കൊന്നും കുറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നന്നായി പഠിച്ച് കാണുന്നപ്പോഴാണ് നമുക്ക് താടിയും പൊട്ടിന് അഭിമാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവളും ഞാനുള്ള ഫസ്റ്റ് മീറ്റില് കെട്ടിപ്പിടിച്ച് നിൽക്കണ ഫോട്ടോ വെച്ചെടുത്തായിരുന്നു. അപ്പൊ അതന്നെ അവളുടെ ഒരു ഡ്രീമായിരുന്നു എന്നെ മീറ്റ് ചെയ്യാന്നുള്ളത്. കാരണം നമ്മൾ പോലെ അറിയാതെ അവള് വീഡിയോയില് കണ്ട വീട് നോക്കി ചെമ്പുകാവ് എന്നുള്ളത് മാത്രം നോക്കി ഒരു ഓട്ടോയില് കയറി നടന്നത് അവള് വീട് അന്വേഷിച്ച്. അങ്ങനെ ഹോം ടൂറിലെ വീടും കണ്ട അവള് വണ്ടി വന്ന് സ്വന്തമായിട്ട് നിർത്തി വന്നതാ. അപ്പൊ ഞാൻ അവളായിട്ടുള്ളൊരു പിക്കാണ് വിച്ച് ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ചെല്ലുമ്പോ ഞാൻ അവൾക്ക് കൊടുത്തത്. ആ ഫോട്ടോ നോക്കിയിട്ട് അവള് രാവിലെ എണീക്കുക. അവളുടെ ഇത്തടം മോൻ വരച്ചെടുത്ത് ആദു, നമ്മുടെ ആദീസിന്റെ പ്രായമാണ്. പൊന്നോ പൊന്നോ എന്ന് വിളിക്കാൻ ഫോട്ടോ നോക്കിയിട്ട്. എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് ചെയ്യണം അവളെ. അത്ര ഇഷ്ടമാണ് നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ ചാനലും നമ്മളെയും തന്നെയും തടിയും പൊട്ടിനും ഇഷ്ടപ്പെടുന്നവരൊക്കെ അവളെയും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അവളെ കാണാറായി, നേരിട്ട് കാണാതെ ശക്തനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആളെ കിട്ടി ഗൈസ്. പൊന്ന അവിടെ ഇരിക്കുക. അപ്പൊ പൊന്നിന്റെ അടുത്തേക്ക് കൊണ്ടോട്ടെ. അത് തന്നെ പോയാ വണ്ടി. രംഗത്തിനോട് തോറ്റില്ല. എന്റെ പിന്നാലെ ഇറങ്ങി പോന്ന വഴി തിരി വിളിച്ചോക്ക മൊബൈലില്ലല്ലോ. ചേടാ അതെ വരും. ഏവനടി അവിടെ നിന്ന് കേറിയിട്ട്
എന്തിനു പറഞ്ഞു നിന്നോട് സുന്ദരി പെൺകുട്ടിയല്ലേ ഗ്ലാമറ വെച്ചു എന്റെ കൂടെ കൂടിയിട്ടാണ് ഗൈസ് ഞങ്ങളുടെ പെൺകുട്ടികൾ ഗൈസ് നല്ല ഭംഗി വെച്ചു കിടില കിടാവായിട്ടാ ആരുടെ കൂട്ടാണ് അതെന്താ പറയാത്ത വെച്ച് പിന്നെന്താ പറയാ എന്ത് ഒന്നും തോന്നല്ലേ ഇനി കരച്ചില് മൊത്തം കരച്ചില് ഫസ്റ്റ് വീഡിയോ എന്റെ കരച്ചിലിന്റെ വീഡിയോ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞോളൂ ഞങ്ങൾ എന്തിനാണ് എന്നെ കാണുമ്പോ കരയണെന്ന് അറിയില്ല ഗൈസ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ ശിവനെ കുട്ടി നമ്മുടെ ഫാൻ ഗേൾ ഗൈസ് അപ്പൊ തടിയും പൊട്ട് ഫാൻ ഗേൾ എന്നുള്ള ഇൻസ്റ്റാഗ്രാം കയറി കഴിഞ്ഞാൽ ഞാൻ ഈ പറയണതൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിൽ ഇത്രയും പ്രാന്തമുള്ളവരൊക്കെ ഉണ്ടോ എന്നൊക്കെ തോന്നും എനിക്ക് അഭിമാനിക്കാൻ ഗൈസ് ഒരു 5 പേരുടെ റേഞ്ചിലേക്കൊക്കെ എത്താൻ ഒരാളെങ്കിലും ഉണ്ട് അധികം പിന്നെ ചാനലിൽ ഒരുപാട് പേരുണ്ട് കേട്ടാ വോയിസ് കേട്ട് പക്ഷെ ഇവിടെ വല്ല ആരും ഇല്ല ഇനിയിപ്പൊ രമ്യ വീഡിയോ കാണുന്ന എന്താവോ ഇതെന്താ പറയാ ഇനിയിപ്പോ ഇത് ഈ മീറ്റ് നീ വിചാരിച്ചില്ല ഉണ്ടാവുമെന്ന് ഞങ്ങളിപ്പോ തൃശ്ശൂർക്ക് വന്ന തന്നെ ഞങ്ങളെ വിചാരിച്ചിട്ടില്ല നീ എവിടെ നമ്മളെ കണ്ടേ ഭയങ്കര വെയില് കൊള്ളാണ്ട നമ്മുടെ ചാനൽ നോക്കി പറഞ്ഞങ്ങട് നേരത്തെ കിടന്നുറങ്ങാനാണ് ആദ്യം തന്നെ പറഞ്ഞ ഞങ്ങൾ ടൈം പറയാം ആ സമയത്ത് വരണം അത്രയും ദൂരേന്ന് വരണോണ്ട് നമുക്ക് അവളോട് ഇവളവിടെ പോസ്റ്റ് ആക്കി എടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആ ടൈം പിടിച്ചിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം വിളിച്ചിട്ട് കിട്ടാണ്ടാവുമ്പോ ഞങ്ങൾ വല്ലോട് തട്ടിക്കൊണ്ടാവും ഒരു ചെറിയൊരു സുന്ദരി കുട്ടിയാണേ തട്ടി കൊണ്ടുപോവാ ലാസ്റ്റ് കോളാണെങ്കിൽ ഞങ്ങളുടെ ഹോളിലേക്ക് അപ്പൊ ഞാൻ ടൈം കൊണ്ട് അവളോട് നേരത്തെ ഇറങ്ങിയോളൂ നാളെ കാണാന്ന് ഉമ്മയോട് പറഞ്ഞില്ലേ ഉമ്മ എന്തിനാ പറഞ്ഞ ഉമ്മ മക്ക അല്ലെങ്കിൽ ഇവിടെ എടുത്തറിയില്ല ഗൈസ് ഇനി ഞങ്ങൾ പോവുകയാണ് ഗൈസ് തുള്ളിച്ചാടാൻ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു ഒരു കുഞ്ഞു സമ്മാനം ഞങ്ങളെ പറ്റുന്ന രീതിയിലുള്ളത് അത് അവൾക്ക് ഇഷ്ടമായില്ല നമുക്കറിയില്ല അതൊക്കെ അവൾ പറയാം എനിക്കുള്ള പോലത്തെ ഒരു സാധനം തന്നെ അവൾക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു അതാണ് നോട്ടെ നോട്ടെ എന്ത് എന്റെ ഇതുപോലെ തന്നെയാ ഇതേ കളറ് എന്നെ ഞങ്ങൾ വരുന്നതിന് മുന്നേ ബുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിട്ട് ഈ കളറ് എന്റെ ഈ കമ്പനി എന്നെ ബുക്ക് ചെയ്ത് കിട്ടുന്നില്ല എന്നിട്ട് ലാസ്റ്റ് ഇത് ഞാൻ പറഞ്ഞു ഇത് കളർ തന്നെ കൊടുക്കണം ഞങ്ങൾ നല്ല കൈമാറിയ പോലെ അതിങ്ങനെ വെച്ച് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം അതന്നെ ബുക്ക് ചെയ്ത് അതാക്കി അതേപോലെ തന്നെ സാധനം മേടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ വാച്ചിനേക്കാളും 800 കൂടി കൂടുതലാണ് ഇതിന് എന്നുള്ളതാണ് സത്യം പഠിച്ചു നോക്കിയാൽ അറിയാം അപ്പൊ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസം കാണാനുള്ള ഫോട്ടോ തന്നിട്ട് നിനക്ക് ഇനി ഇത് കയ്യിൽ കറങ്ങണം ഇത് കൈ കറി വണ്ടിനുള്ളിൽ ഞാനും കൂടി നിൽക്കുമ്പോൾ വ്യത്യാസം കണ്ടു ഒരു വെയിലത്ത് തൃശ്ശൂരിന്റെ മണി എനിക്ക് ഇവിടുത്തെ മണം അടിച്ചിട്ട് മതി ഇത്രയും നല്ല മണമൊന്നും ഇല്ല അപ്പൊ ഗൈസ് ഇത് നമ്മുടെ മീറ്റിന്റെ പ്രസന്റ് അല്ല കേട്ടോ ഞാനിത് കൊടുക്കുന്നത് ഇത് ഞാൻ ഇവളുടെ ബർത്ത്ഡേ ആണ് ജാനുവരി 17th അല്ല 18th അതായത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ പിറ്റേ ദിവസം അപ്പോൾ ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം കൈ ഞങ്ങളുടെ എന്റെ വൃത്തിയോട്ട കൈയല്ല അവളുടെ കൈ ഞങ്ങളുടെ വാച്ചപ്പ കാണില്ല അല്ലെ എങ്ങനെ കണ്ടു അതെനിക്ക് ആഗ്രഹമായിരുന്നു ശരിക്കും കിട്ടിയത് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ആളിനായിപ്പോ സന്തോഷം കേറിക്കോ
ഗൈസ് അങ്ങനെ ഞങ്ങള് ഷിബിനെയും കൊണ്ട് തെക്കിങ്കാട് മൈതാനത്തിലെത്തി ഗൈസ്. ചേട്ടന്റെ ഹെയർ സ്റ്റൈൽ കണ്ടാ? ഡാൻസ് കളിക്കാൻ ഞങ്ങൾക്ക് അപ്പൊ ഈ പറഞ്ഞ പോലെ ആദിസിനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല ചൂടും കാര്യങ്ങളാണ്, വാശി പിടിക്കും. പിന്നെ ഇവിടെ തിരിക്കുകയാണ്. പാട്ട് വന്നിട്ട് ഇവിടെ ഓമകളെ കൊണ്ടാക്കാൻ പോവാണ്. ഗൈസ്, അപ്പൊ ഞങ്ങളിതാ ഇവിടെ ശക്തൻ സ്റ്റാൻഡിൽ പിന്നെ തിരിച്ചെത്തി. സുരക്ഷിതമായിട്ട് ഇവിടെ വന്ന് അതെ. ഇതെങ്ങടാ എന്റെ ചേച്ചി കുറച്ച് പ്രാന്താക്കിയുള്ളോ? ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രാന്തുകള്.